ബാസിക്കാക്കനോട് ചെറിയ രീതിയിൽ ഒരു ക്രഷൊക്കെ തോന്നി. ബാസിക്കാക്ക റിജക്ട് ചെയ്യാൻ നോക്കി, പക്ഷെ വിട്ടില്ല ഞാൻ. ബാസിക്കാക്ക എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് തടി വെച്ചത്? പാരന്റ്സ് ലവ് മാരേജ് ആണോ? PCOD കാരണം മിക്ക ആൾക്കാർക്കും പ്രഗ്നൻസി ഡിലേ ആണെന്നൊക്കെ പറഞ്ഞു കേൾക്കാം. ബാസിക്കാക്കന്റെ 5 ക്വാളിറ്റി 5 നെഗറ്റീവ്. എനിക്ക് എന്റെ അമ്മ കഴിഞ്ഞിട്ടേ ബാക്കി ആരുള്ളൂ. പിന്നെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ, നമ്മളെ വ്ളോഗ് എന്താ വസികാക്ക ആലോചിക്കാണ്. വസികാക്ക ആലോചിക്കട്ടോ, ഒന്നും അറിയാണ്ട് ഇവിടെ വന്ന് കുത്തിരിക്കുകയാണെന്നുള്ള വിചാരം. നമ്മളിന്ന് Q&A ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്, ഒരുപാട് കമന്റ് ഉണ്ട്. അതിൽ കുറച്ച് കമന്റ് എടുത്തിട്ട് നമ്മള് അതിനുള്ള റീപ്ലൈ തരാം. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കേട്ടോ, അങ്ങനല്ല ഏഷ്ന്ന് പറയല്ല, ആവശ്യമുള്ളത് നല്ല. കുറെ ആൾക്കാർ ഹായ് തരുമോ, ഇൻസ്റ്റയിൽ ഫോളോ ആക്കോ, അങ്ങനെയൊക്കെ ഒരുപാട് കമന്റ്സ് ഉണ്ട്. നമ്മളെ പേഴ്സണൽ കാര്യങ്ങൾ കുറെ ആൾക്കാർക്ക് അറിയണമെന്നുണ്ട്. അപ്പം ഇതിൽ കൂടുതൽ വന്ന ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബാസിക്കാക്കി ഞാനും ലവ് മാരേജ് ആണോ അല്ലെങ്കിൽ അറേഞ്ച് മാരേജ് ആണോ എന്നാണ്. എന്താ ബാസിക്കാക്ക? അറേഞ്ച് മാരേജ് ആണ്. ലവ് മാരേജ് ആണ്, രണ്ടുമല്ലേ? എനിവേ, അപ്പൊ നമുക്ക് എന്നാല് ക്വസ്റ്റ്യൻസ്. എനിക്ക് അറിയില്ല ഇതാണ് പരിപാടി, അതാണ് എന്താണ് വ്ളോഗ് എന്ന് വെച്ചപ്പോ ഞാൻ മിണ്ടായിരുന്നത്. പക്ഷെ കമന്റ്സ് ഇതിന്റെ ബാസിക കണ്ടിട്ടില്ല എന്നുള്ള സത്യം. കമന്റ്സ് ഒക്കെ ഓളാണ് ഫിൽറ്റർ ചെയ്ത്, ഞാൻ നോക്കിയിട്ടില്ല. പോസ്റ്റ് ഇട്ടതും ഓൾ തന്നെയാണ്, ഞാൻ തന്നെയാണ് ഇട്ടത്. അപ്പൊ ഇതില് കുറെ ആൾക്കാർക്ക് നമ്മളെ ലവ് സ്റ്റോറി കേൾക്കണം എന്നുണ്ട്. ലവ് സ്റ്റോറി കേൾക്കണം എന്ന് ഞാൻ ഇപ്പൊ ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, നമ്മൾ കണ്ടുമുട്ടിയിട്ട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞില്ലേ. നമ്മളൊരു ആഡ് ഷൂട്ടിന്റെ സമയത്താണ് കണ്ടുമുട്ടിയത്. അപ്പൊ എനിക്ക് ബാസിക്കാക്കനോട് ചെറിയ രീതിയിൽ ഒരു ക്രഷൊക്കെ തോന്നി. ബാസിക്കാക്ക റിജക്ട് ചെയ്യാൻ നോക്കി, പക്ഷെ വിട്ടില്ല ഞാൻ. അങ്ങനെ എന്താണ് അങ്ങനെ പപ്പക്കും ഉമ്മക്കും ഒക്കെ ഇഷ്ടായി. അങ്ങനെ 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 ഞാൻ ഇവിടെ എത്തി. അതിന്റെ വേണമെങ്കിൽ പിന്നെ ഞാൻ അതിന്റെ ലിങ്ക് ഞാൻ പിന്നെ ചെയ്ത് വെക്കാം. ഇതാണ് കൊറേ പേർക്ക് അറിയേണ്ട ഒരു ക്വസ്റ്റ്യൻ. പുതിയ സബ്സ്ക്രൈബേഴ്സിനാണ്. എനിക്കൊന്ന് നമ്മളൊരു 70K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളപ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ഉമ്മയും ഞാനും മാലല്ലേ ഉമ്മയും ഞാനും ജുബിയും പപ്പ എല്ലാരും കൂടി ഇരുന്നിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഡീറ്റെയിൽ ആയിട്ട് ഉമ്മാക്ക് അറിയുന്നുണ്ട്, ഉമ്മ പറയുന്നുണ്ട്, എനിക്കറിയുന്നത് ഞാൻ പറയുന്നുണ്ട്, ജുബിക്ക് അറിയുന്നത് ജുബിയും പറയുന്നുണ്ട്, പപ്പക്ക് അറിയുന്നത് പപ്പയും പറയുന്നുണ്ട്. ഞങ്ങളെ 4 പേരും കൂടി ഇരുന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് അതില് നമ്മള് ലവ് സ്റ്റോറി ഫുള്ള് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യന്, എന്റെ വീട് എവിടെയാണ്, ബാസിക്കാക്കന്റെ വീട് എവിടെയാണെന്ന് എല്ലാരും ചോദിക്കുന്നത്. എന്റെ വീട് ഒതുക്കുങ്ങല് മറ്റത്തൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് മറ്റത്തൂര് അണങ്ങാടിക്കൊന്നും എത്തണ്ട, പാറങ്ങാടി എന്ന് പറഞ്ഞ ടൗൺ കഴിഞ്ഞിട്ട് ലെഫ്റ്റോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ വീടാണ്. മലപ്പുറം ജില്ലയിലാണുള്ളത്. ഞാൻ പിന്നെ കോഴിക്കോട്. സോറി, പപ്പായി പോയി കാസർഗോഡ് കേട്ടോ. അപ്പൊ ഞാൻ കോഴിക്കോടാണ്. ഞാൻ ഇപ്പൊ ഉള്ളത് കുറ്റിക്കാട്ടൂരാണ്. അപ്പൊ പപ്പ എങ്ങനെ കാസർഗോഡ് ആയെന്ന് ചോദിച്ചവരുണ്ട്. ഞങ്ങൾ ഇവിടെയാണ് സെറ്റിൽ ആയിട്ടുള്ളത്. പപ്പ ജനിച്ച വീടാണ് പപ്പന്റെ കാസർഗോഡ് ഉള്ളത്. ഓക്കെ, കാസർഗോഡ് നിങ്ങളുടെ ആരാണ്? അതായത് പപ്പന്റെ ഫാമിലി ഫുൾ കാസർഗോഡാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ കാസർഗോഡ് പോകുന്നത്. ചോദിച്ചത് മുഫീദ അല്ലെ? മുഫീദ. പക്ഷെ അത് മിൻഷ മാത്രല്ല, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്കിപ്പൊ കിട്ടിയത് ബാസിന്റെ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? എന്റെ ഫാമിലിയില് ഉമ്മ ഉപ്പ, പിന്നെ ഇവിടെ ഉള്ളത് ഉമ്മാന്റെ വീട്ടുകാരാണുള്ളത്. ഉമ്മാന്റെ ഉപ്പ ഉണ്ട്, ഉമ്മാന്റെ അമ്മ ഉണ്ട്, ഹലന്റിന്റെ അനിയത്തി ഉണ്ട്, ഉമ്മ ഉണ്ട്. ഞങ്ങളെല്ലാരും ഉള്ളത് കേട്ടോ, വേറെ ആരും ഇല്ല. എന്റെ ഫാമിലിയില് എന്റെ ഉമ്മ ഉണ്ട്, ഇപ്പം ഉമ്മന്റെ അനിയനുണ്ട്, അനിയന്റെ വൈഫ് ഉണ്ട്, കുട്ടികളുണ്ട്. ഇപ്പൊ 2-3 ദിവസമായിട്ട് ഫർസു വീട്ടിലാണുള്ളത്. അപ്പം ഇതാണ് എന്റെ ഫാമിലി. എന്റെ പപ്പ നാട്ടിലില്ല. ഓക്കെ, പിന്നെ എന്റെ ബാസിക്കാക്കൻക്ക് എല്ലാരും ചോദിക്കാൻ കാരണം, ബാസിക്കാക്ക എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് തടി വെച്ചത്? അതിനൊരു കാരണം എന്ന് പറയുന്നത് കൊറോണയാണ്. അത് ഞാൻ പറയാൻ കാരണം, കൊറോണ വന്ന സമയത്ത് 18 ദിവസം നമ്മൾ ലോക്ക്ഡൌണിൽ ഇരിക്കണല്ലോ. ആ 18 ദിവസത്തിലാണ് എനിക്ക് ഫോൾട്ട് പറ്റിയത്. ആ 18 ദിവസത്തിൽ എൻ്റെ റൂമിൽ ഞാൻ കുറെ ചോക്ലേറ്റ് കൊണ്ട് വാങ്ങിച്ചിന്. അത് എനിക്ക് വാങ്ങിയതല്ല, പപ്പ പൈസ തന്നിട്ട് ഞങ്ങൾ എല്ലാവർക്കും കൂടി ഫാമിലിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ടോബ്ലറോൺ ഓഫറിലുള്ള സമയത്ത്
വാങ്ങിയത് അജ്ഫാൻ എന്നാണ്. അജ്ഫാനിന് 2-3 ബോക്സ്, ഒരു ബോക്സ് 26 പീസ് വെച്ചിട്ടുള്ള ടോബ്ലറോണിന്റെ 3 പെട്ടി റൂമിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് 100 കാലറി എന്നോ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അത്രയും കൊഴുപ്പാണ് ഇതിലുള്ളത്. ചുരുക്കി പറഞ്ഞാല് ചോക്ലേറ്റ് അത് ഫുള്ള് ഞാൻ ആ 18 ദിവസം കൊണ്ട് അതിൽ ഒരു ബോക്സ് ബാക്കി ഉണ്ടായിരുന്നു, 2 ബോക്സ് ഞാൻ തിന്നത്. ഒരു ബോക്സിൽ 26 പീസ് ഉണ്ടാവും, ഫുള്ള് ഞാൻ തിന്ന് തീർത്ത്. അതിന് ശേഷമാണ് ഞാൻ തടി വെക്കാൻ. കൊറോണ കഴിഞ്ഞ് വന്നപ്പോ, ഈ കൊറോണയുടെ പകുതി 2 ദിവസം കഴിഞ്ഞപ്പോ എനിക്ക് കൊറോണ വന്നേ. പിന്നെ ഞാനും ബാസിക്കാക്ക് എന്റെ കോണ്ടാക്ട്, അതായത് വീഡിയോ കോൾ ചെയ്യും, അത്രേ ഉള്ളൂ, നേരിട്ട് കണ്ടില്ല. പറ്റൂലല്ലോ, കൊറോണ പ്രേമിക്കുന്ന സമയത്തുള്ള കാര്യങ്ങൾ പറയുന്നത്. അപ്പല്ലേ കൊറോണ വന്നത് രണ്ടാക്കൊപ്പരം തന്നെ കേട്ടോ. പക്ഷെ ഞാൻ എന്റെ കൊറോണ കഴിഞ്ഞ എന്റെ ബാസിക്കാക്കനെ ഞാൻ കാണുമ്പോ എന്റെ ബാസിക്കാക്ക് ഞാൻ കൊറോണക്ക് പോയ ആളെ അല്ല തിരിച്ചു വന്ന. എനിക്ക് തോന്നുന്നത് അതന്നെയാണ്. ആ 18 ദിവസത്തിന് ശേഷം ഞാൻ ആ ടോബ്ലറോണ് കഴിച്ച്, പ്രത്യേകിച്ച് ഇറ്റലി ചോക്ലേറ്റ് എന്താണ് ഈ ടോബ്ലറോണ്, ഭയങ്കരമായിട്ട് ഫാറ്റുള്ള ഒരു സാധനമാണ്. അത് ഞാൻ അത്രയും ബോക്സ് തിന്നിട്ട് ഞാനാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എനിക്ക് കുറെ നേരം ഞാൻ ഫോണിൽ കളിക്കും, കുറെ നേരം ഞാൻ TV കാണും. പക്ഷെ എനിക്കാണെങ്കിൽ ഞാൻ ഭയങ്കര ടോക്കറ്റീവ് ആണ്. ഒരാളോട് സംസാരിക്കാതെ എനിക്കൊരു ദിവസം തള്ളിക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ തിന്നെങ്കിലും തീർക്കാച്ചിട്ടേക്കും ഞാൻ അത് തിന്നാ ഉറങ്ങാ ഗെയിം കളിച്ചാൽ തിന്നാ ഉറങ്ങാ. ഇത് തന്നെയാണ് എന്റെ പാറ്റേൺ, വേറെ ഒരു പരിപാടിയില്ല. ഈ 18 ദിവസത്തിലാണ് ഞാൻ ശരിക്കും തടി കൂടിയത്. അപ്പൊ കഴിഞ്ഞിട്ട് ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മളെ ഷോപ്പിംഗ് കറക്റ്റ് പ്ലേസ് എവിടെയാണ്? ഷോപ്പ് ഉള്ളത് മലപ്പുറം ജില്ലയില് ഒതുക്കുങ്ങൽ എന്ന് പറഞ്ഞ ടൗണിലാണ്. അതായത് കോട്ടക്കൽ ടൗണിന്റെയും, ചിലർ ചോദിക്കും കോട്ടക്കൽ ആണോ എന്നല്ല, കോട്ടക്കൽ ടൗണിന്റെയും മലപ്പുറം ടൗണിന്റെയും ഇടയിലുള്ള ടൗണാണ് ഒതുക്കുങ്ങല്. ഈ ഒതുക്കുങ്ങല് പഞ്ചായത്ത് ഓഫീസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പുള്ളത് കേട്ടോ. ഷോപ്പിന്റെ പേര് ഹലാസ് ബോട്ട്, HALAS. ഓക്കെ, കോൺടാക്ട്സും ഡീറ്റെയിൽസ് ഒക്കെ ബാക്കി ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൊറേ മെസ്സേജ് ഉണ്ട് കേട്ടോ, ഞാൻ ഒന്നും നോക്കിയിട്ടില്ല. പാരന്റ്സ് ലവ് മാരേജ് ആണോ? അല്ല, എല്ലാരും അറേഞ്ച്ഡ് ആണ്. എന്റെ പാരന്റ്സ് അറേഞ്ച്ഡ് ആണ്, അവിടെ അറേഞ്ച്ഡ് തന്നെയാണ്. ഓക്കെ. പിന്നെ ന്യൂ സബ്സ്ക്രൈബർ ആണ്, ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ നിങ്ങളുടെ ഫാമിലി ഒരുപാട് ഇഷ്ടമായി. ഹല ആരാന്ന് ചോദിക്കുന്നുണ്ട്. ഹല എന്റെ സിസ്റ്റർ ആണ്, അതായത് ഇവളെ നാത്തൂനാണ്. ഓക്കെ. പിന്നെ ഹലയുടെ മാരേജ് കഴിഞ്ഞിട്ടില്ല. നിങ്ങളെ ലവ് മാരേജ് ആണോ? യെസ്. ഇത്തായുടെ ക്വാളിഫിക്കേഷൻ ഇവള് BA, ഞാൻ BCom. ഓക്കെ. ഇവള് കോളേജിൽ പോയാണ് പഠിച്ചത്, ഞാൻ ഡിസ്റ്റൻസ് ആയിട്ടാണ് എഴുതിയത്. ഓക്കെ, ആ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മളെ പ്രഗ്നൻസിയില് ഫസ്റ്റ് ബാസിക്കാക്കനോട് ഞാൻ പറയുമ്പോ ബാസിക്കാക്കന്റെ ഒരു മൂവ്മെന്റ് ഇല്ലേ, എന്താ കുട്ടി ഇത് ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഫസ്റ്റ് ഇവക്ക് ഓപ്പൺ ആയിട്ട് തന്നെ പറയാം, അവൾക്ക് PCOD ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഡോക്ടർ ഒരു ഡൗട്ട്, കാരണം ഇങ്ങനെ പീരിയഡ്സ് ഡിലേ വന്നപ്പോൾ ഒരു ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പ്രഗ്നന്റ് ആണോ ഡൗട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിച്ചത്. ഫസ്റ്റത്തെ അല്ലേ, അതും റബേക്ക ഡോക്ടർ തന്നെയാണ് കാണിച്ചത്. സ്കാൻ ചെയ്തിട്ട് പറഞ്ഞു ചെറിയൊരു തടിപ്പ് പോലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംശയമുണ്ട്. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. മാത്രമല്ല ഉമ്മാടെ അനിയത്തിയായിരുന്നു അപ്പൊ കൂടെ ഉണ്ടായിരുന്നു മേമ പറഞ്ഞു കൺഗ്രാറ്റുലേഷൻസ് ആണ് തോന്നണോ, അങ്ങനെ ഡൗട്ട് വരണു എന്ന് പറഞ്ഞു. മാത്രമല്ല പീരിയഡ്സ് 2 മാസത്തോളം ഡിലേ ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതന്നെ ആയിരിക്കും ഞാനും വിചാരിച്ചു. പക്ഷെ പിന്നീട് അടുത്ത ആഴ്ച തന്നെ ജുബിക്ക് പീരിയഡ്സും കാര്യങ്ങളൊക്കെ ആയി, ആകെ ചർപ്പ. അപ്പൊ ഡോക്ടർ പറഞ്ഞു അത് PCOD ഉണ്ട്. അപ്പൊ പിന്നെ PCOD അതിന് ഇവൾക്ക് ഗുളിക കൊടുത്തു, മരുന്ന് കൊടുത്തപാട് ഇത് പറഞ്ഞു. പിന്നെ എനിക്ക് തന്നെ ടെൻഷനായി, ഇനിയിപ്പോ PCOD കാരണം മിക്ക ആൾക്കാർക്കും പ്രഗ്നൻസി ഡിലേ ആണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കാം. ഫ്രണ്ടിനൊക്കെ 4 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോഴും ഇല്ല. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് ശരിക്കും ടെൻഷനായി. പിന്നെ പ്രഗ്നന്റ് ആണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, കാരണം ആ സമയത്ത് ഞാൻ ജിമ്മിന് പോവാറുണ്ടായിരുന്നു. പ്രഗ്നന്റ് അപ്പൊ ജിമ്മിന് പോയി സ്റ്റാർട്ടിങ്ങിലാണ് തടി കുറക്കാനുള്ള ചലഞ്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വ്ളോഗൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ജിമ്മിന് പോയി ചാടിക്കറി 4 മാസത്തെ ഫീസ് ജിമ്മിന് ഓടിപ്പോയി. ഞാന് പപ്പ ജുബി 3 ആൾക്കാരെ ഫീസ് ഒരുമിച്ചുണ്ട് അടിച്ചു. എന്നിട്ട് 4 മാസത്തെ ജിമ്മിന്റെ ഫീസ് അടക്കുന്നുണ്ട്, ഞങ്ങൾ അഡ്വാൻസ് പേ ചെയ്താലേ ഞങ്ങൾക്ക് വരാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ജിമ്മിന് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഛർദിക്കാൻ ഒരു മൈൻഡ്. അപ്പൊ ഞാൻ പറഞ്ഞേ എനിക്ക് ഛർദിക്കാൻ വരുന്നുണ്ട് ക്ലാസ്സിക്കാക്ക, അപ്പൊ നിങ്ങൾ കളിച്ചോളി പറഞ്ഞു. കാരണം ഞാൻ ഇനിയിപ്പോ ഞാൻ എന്തോ വെയിറ്റ് ഉള്ള എന്തൊക്കെ എടുത്തിട്ടുള്ള ഒരു തലകർക്ക് അങ്ങനെ എന്തോ ആണെന്ന് വിചാരിച്ചു. കാരണം നല്ല സ്ട്രെയിൻ ചെയ്യണ്ടായിരുന്നു സൈക്ലിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവളും പപ്പയും കൂടെ ഇരുന്ന് കഴിഞ്ഞാല് ഒരു 1/2 മണിക്കൂർ 2 ആളിരുന്ന് അവിടെ സൈക്ലിംഗാ. അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല എഫേർട്ട് എടുത്തിട്ട് ചിലപ്പോ അങ്ങനെ ടയേർഡ് ആയതായിരിക്കും എന്ന് വിചാരിച്ചു.
പക്ഷെ ഇത് ഛർദി വൊമിറ്റിംഗ് തുടങ്ങി ഭയങ്കരമായിട്ട്. അത് കഴിഞ്ഞപ്പം 2 ദിവസം കഴിഞ്ഞപ്പം എനിക്ക് എന്റെ 10th ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിനൊക്കെ എന്താ പറയാ ലോങ്ങില് വയനാട്ടിലൊക്കെ പോയി ചാടി അടിച്ച് പൊളിച്ച് വന്നതാണ് ഇവര്. എന്നിട്ട് ഇതിന്റെ പിറ്റേന്നാണ്, അന്ന് മാത്രമല്ല ഇതിന് ഈ 10th ഗെറ്റ് ടുഗദറിന്റെ അന്ന് ഓളെ പിക്ക് ചെയ്യാൻ പോയപ്പോ അവിടുന്ന് ഞങ്ങള് പിന്നെ കല്ലുമക്കായി പൊറുക്കാൻ പറഞ്ഞിട്ട് കോഴിക്കോട് ബീച്ചിൽ പോയി. അവിടെ ഞാൻ പാറന്റെ മുകൾ, അതാണ് വിറ്റ്, വലിയ പാറ ഉണ്ട്, വലിയൊരു കരിങ്കല്ലുണ്ട്. ആ കരിങ്കല്ലിന്റെ മുകളിൽ ഞാൻ ഊരടിച്ച് പെട്ടേന്ന് പറഞ്ഞ് വീണ്. അപ്പോഴും ഞാൻ അറിയണില്ല എന്റെ വയറ്റിൽ. ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേന്നാണ് ഇവള് രാവിലെ ടെസ്റ്റ് ചെയ്തേക്കാണ്ട് രാവിലെ 5 മണിക്ക് ടോയ്ലറ്റ് പോയ സമയത്ത് ടെസ്റ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാന് 10th ഇതിൽ പോയപ്പം ഞാൻ അപ്പോഴൊക്കെ ഛർദ്ദിക്കാനൊക്കെ എനിക്ക് വരുന്നുണ്ട്. അപ്പൊ എന്നോട് എന്റെ ഫ്രണ്ട് പറഞ്ഞു നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ജുബി, ഈ വീട്ടിൽ പോയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്യിട്ടോ എന്ന് അവളാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞു പോടി അവിടെ അതൊന്നും ഉണ്ടാവില്ല എന്നിട്ട് അപ്പോൾ ഓള പറഞ്ഞു ഇല്ല ഈ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഓളമ്മ എന്നെ കോണ്ടാക്ട് ചെയ്തപ്പോ എന്നോട് അത് മോള് എന്നെ ഭയങ്കര ഇഷ്ടമാണ്. സഫ്ന എന്നാണ് എന്റെ ഫ്രണ്ടിന്റെ പേരിന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ ഓളമ്മ പറഞ്ഞേ ജുബി എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക, നല്ല മോളല്ലോ ഒന്ന് ചെയ്ത് നോക്ക്, വീട്ടിൽ പോയിട്ട് ചെയ്ത് നോക്കുന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ ബാസിക്കാകനെ വീട്ടിലെത്തിയതിന്റെ ശേഷം ഞാൻ ബാസിക്കാക്കനോട് പറഞ്ഞു ഒന്ന് ടെസ്റ്റ് ഒന്ന് വാങ്ങി തരും. ഒരു കാര്യം ബാസിക്കാക്ക് എന്തിനാണ് ആവശ്യമില്ലാണ്ട് വാങ്ങണത്. ഞാൻ പറഞ്ഞല്ലോ ഒരു സമാധാനത്തിൽ ഓളൊരു സമാധാനത്തിൽ നമുക്ക് വാങ്ങി വെക്കാറിന്. വാങ്ങി നോക്കി ഞാൻ പുലർച്ചക്ക് വർക്കത്തൊക്കെ പോയിട്ട് ഇരുന്ന് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയപ്പോ 2 ബൾബ് കത്തണ മതി, 2 ചോപ്പ് ലൈന് മനസ്സിലുണ്ടോ. വിളിച്ചിട്ട് വലിയ കാര്യത്തില് 5 മണിക്ക് രാവിലെ ഇതൊക്കെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ ലൈന് നോക്കണ്ടോന്ന് എനിക്കറിയില്ല. ഇതൊക്കെ 2 ലൈനില് 2 ബുൾസൈന്റെ കണ്ണ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഞാൻ കിടന്ന് ഉറങ്ങി പിന്നെ തന്നെ മൂപ്പരാക്ക് എന്താണ് ഒന്നും അറിയില്ല. ഞാൻ നേരെ പപ്പന്റെ ഉമ്മന്റെ ഡോറ് മുട്ടി ഉമ്മനെ വിളിച്ചു വരുത്തി. ഉമ്മ കാട്ട് കാണിച്ചെടുത്ത ഉമ്മന്റെ 2 കണ്ണ് കാണുന്നത് ബുൾസൈ പോലെ. ഭയങ്കര ഹാപ്പി ആയി. അപ്പോഴാണ് ഞാനിങ്ങനെ ഉറക്കപ്പിരാന്ത് വരുന്നത്. ഓ അപ്പൊ അതാണ് കാര്യം, എനിക്ക് അപ്പോഴാണ് മനസ്സിലാവുന്നത്. ഭയങ്കര ഹാപ്പി ആയി. പിന്നെ ബാക്കിയുള്ള ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയി, കുഴപ്പമില്ല. ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് PCOD ഉള്ളതുകൊണ്ട് ഞാൻ ആ സമയത്ത് അത് എക്സ്പെക്റ്റേ ചെയ്തിട്ടില്ല. ഡിലേ ആവുമെന്ന് ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഉഷാറായിട്ടോ. പിന്നെ കുറെ ആൾക്കാർ നമ്മളെ ഫാമിലിനെ പറ്റിയിട്ട് എന്നാട്ടോ ചോദിക്കണത്. ഫാമിലിന്റെ കാര്യങ്ങൾ നമ്മളിപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലവ് മാരേജ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പപ്പ ആൻഡ് ഉമ്മ ഫാമിലി പറയൂ, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളെ 2 സിസ്റ്റേഴ്സ് ആണ് ഉള്ളത് ജുബിത്താദക്ക്. 2 സിസ്റ്റേഴ്സ് അല്ല, എനിക്ക് ഒരു സിസ്റ്ററേ ഉള്ളൂ, ഫർസു മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരു മിനിറ്റ്, എന്താ എന്ത് കൊണ്ട് ജുബിനെ നെയ്മ് വിളിക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ എന്നെ താത്താന്നൊന്നും വിളിക്കണമെന്നില്ല. ഹലോ എന്തുകൊണ്ട് ജുബിനെ നെയ്മ് വിളിക്കണത്? ഒരു ഇക്കാകന്റെ വൈഫിനെ എന്തുകൊണ്ട് ബാബി വിളിച്ചൂടാ? നമ്മളെ ഫാമിലിയിൽ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് ഞാൻ ഇപ്പൊ പപ്പ പിന്നെ എന്റെ ഉമ്മാന്റെ ഉമ്മ ഉണ്ട്, ഉമ്മൂന്നാണ് പേര്. നമ്മളാരും വല്യമാന്ന് വിളിക്കാറില്ല, ഉമ്മ തന്നെ വിളിക്കില്ല. അപ്പൊ ഇവിടെ തന്നെ എല്ലാരും ജുബി ജുബിയെന്ന് വിളിക്കില്ല, അപ്പോൾ വിളിക്കുന്ന അത്രേ ഉള്ളൂ. ബാസിക്കാക്കൻ 5 ക്വാളിറ്റി 5 നെഗറ്റീവ്. ഇതാരാ ചോദിച്ചത്? 5 ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാസിക്കാക്കന്റെ ഫസ്റ്റ് ക്വാളിറ്റി, ബാസിക്ക ഭയങ്കര കെയറിങ് ആണ്. നല്ല വീട്ടിലാണെങ്കിലും പപ്പക്ക് നല്ല മകനാണ്. നമ്മളെ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ ബാസിക്കാക്കാണ് ഇപ്പം ഡീൽ ചെയ്യണത്. അതിലൊന്നും ബാസിക്കാക്കനെ കുറ്റാൻ ആരും പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു തരൂല. ബാസിക്കാക്കാണ് നോക്കുന്നത്. ബാസിക്കാക്ക പാവം കുട്ടിയാണ്, ഭയങ്കര കെയറിങ് ആണ്. എന്റെ കാര്യത്തില് ബാസിക്കാക്ക നല്ലോണം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. എനിക്ക് ഒരു കുറവ് ഇതുവരെ വന്നിട്ടില്ല. ഇൻഷാ അല്ലാ ഇനിയും അങ്ങോട്ട് ഇനി അങ്ങനെ തന്നെ നോക്കുന്നതാണ് എന്റെ ഒരു ധാരണ. അതെനിക്ക് ഒരു കുറവ് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴേ തോന്നി. അടുത്ത ആഴ്ച മറ്റേ സ്വർണ്ണമാല വേണമെന്നൊന്നും പറഞ്ഞേക്കൊക്കെ. അല്ല അങ്ങനെ 5 ക്വാളിറ്റി തന്നെ. ബാസിക്കാക്ക് 5 ക്വാളിറ്റി മാത്രല്ല, ഒരുപാട് ക്വാളിറ്റി ഉണ്ട്. പൊന്തിയായിട്ട് പോണ്ട. 5 നെഗറ്റീവ്സ് ഞാൻ പറയാം. ഫസ്റ്റ് എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്താന്ന്, ബാസിക്കാക്ക് നല്ല പോലെ ഗെയിമിങ്. യെസ്, ബാസിക്കാക്ക് ഇപ്പൊ പക്ക ഗെയിമിന്റെ ഒരു അഡിക്റ്റ് ആയിട്ടുണ്ട്. എനിക്കത് തീരെ ഇഷ്ടമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മൾ എഡിറ്റ് ചെയ്യാനുള്ള ടൈം അവിടെ പോവാണ്. എനിക്ക് എന്താണല്ലോ ബാസിക്കാക്ക് സിനിമ കണ്ടോ അല്ലെങ്കിൽ വേറെ എന്ത് കണ്ടാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഗെയിമെന്ന് ബാസിക്കാക്ക് ഇങ്ങോട്ട് വരൂല. ആ ഗെയിം കളിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ ബാസിക്കാക്ക് വേഗം പോയി ഗെയിം കളിക്കും. അപ്പൊ ഞാൻ ഡ്രസ്സ് മാറ്റി ഇങ്ങനെ നിൽക്കുക, ആ ഗെയിം കഴിയണ വരെ ഞാൻ നിൽക്കണം. ഫസ്റ്റ് കേട്ടോ. രണ്ടാമത്തത്, എവിടെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ കാര്യം ഞാൻ പക്ക ക്ലിയർ ആയിട്ട് അപ്പം നടത്തും. ബാസിക്കാക്ക് എണീക്കൂല. അത് ഹോസ്പിറ്റലാണ് വേണ്ടില്ല, വേറെ എവിടെ ഒരൊറ്റൊന്നും തരും വീഡിയോ എടുക്ക കറക്റ്റ് സമയത്ത് എണീക്കണ്ട ഇല്ല. ഹോസ്പിറ്റലാണെങ്കിലും ശരി, വേറെ എവിടേക്കാണെങ്കിലും ശരി, ബാസിക്കാക്ക് എഴുന്നേക്കൂല. ആ സമയത്ത് എണീക്കൂല. എനിക്കത് ഇഷ്ടമല്ല. ആ ഒരു പക്ക ടൈമിങ് വെച്ചിട്ടാണ് ഞാൻ ഇതുവരെ പോകുന്ന കേട്ടോ. ഞാനും കുറച്ച് ടൈമിംഗ് എടുക്കുന്നേ ഉള്ളൂ, തെറ്റൊന്നും ഞാൻ അവിടെ ചെയ്തിട്ടില്ല. എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. അപ്പൊ എനിക്ക് ഞാൻ ഒറ്റക്ക് തന്നെ പിറുകുറുത്തിട്ട് പണ്ടാറടങ്ങാന്ന് കിടന്നാട്ടോ ഉറങ്ങിക്കാട്. പിന്നെ മൂന്നാമത്തെ നെഗറ്റീവ് എന്ന് പറഞ്ഞെങ്കിൽ ബാസിക്കാക്ക് ബൈക്കില് ഭയങ്കര സ്പീഡാണ്. അതുകൊണ്ട് ഞാനിപ്പോ ഒറ്റക്ക് പോകുമ്പോ അത്യാവശ്യം സ്പീഡ് ഉണ്ട് ഞാൻ. പക്ഷെ ഫാമിലി ഉണ്ടെങ്കിൽ ഞാൻ വളരെ പതുക്കെ പോലുള്ളൂ. വണ്ടി വരുന്നുണ്ടോ നോക്കിയിട്ട് മെല്ലെ എടുക്കുള്ളൂ. പിന്നെ ഞാൻ സ്പീഡിൽ പോവായതുകൊണ്ട് തന്നെ ഇന്നെ കൊണ്ട് എന്റെ വണ്ടി എടുക്കാൻ അയക്കലില്ല. ഒരു R1 ഉണ്ട് അവിടെ, വണ്ടി തൊടാനേ അയക്കലില്ല. ഞാൻ ആക്സസ് എടുത്തിട്ട് മാത്രമേ എന്നെ പുറത്തേക്ക് വിടലുള്ളൂ. അത് ഹെൽമെറ്റും കുറ്റിയൊക്കെ പാടാതെ കുത്തി കയറ്റിട്ടേ വിടുള്ളൂ. ഓക്കെ, കാറൊക്കെ ഞാൻ മെല്ലെ കാറ് പിന്നെ ആദ്യം തട്ടി ഒന്നും തട്ടാനില്ലാത്തോണ്ട് പുതിയ കാറ് കൂടി തട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് മെല്ലെ ഓടിക്കണ്ട. പിന്നെ നാലാമത്തേത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാസിക്കാക്കനോട് ഇപ്പൊ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാസിക്കാക്ക പെട്ടെന്ന് ഞാൻ പോകും. ഈ ക്വസ്റ്റ്യൻ ജുബിനെ കുറിച്ച് ആരും എന്നോട് ചോദിക്കാൻ ജുബി അതൊന്നല്ല കേട്ടോ, ഇന്ന ഒത്തിരില്ല. അവല്ലേ ബാസിക്കാക്കനോട് ഇപ്പൊ ഒരു കാര്യം ഞാൻ പറഞ്ഞ ബാസിക്കാക്ക് ചിലപ്പോ അത് പൊട്ടത്തരായിട്ട് തരും, പൊട്ടത്തരായിട്ട് പറയും. പറഞ്ഞത് അത് തെറ്റാണ്, അത് അങ്ങനല്ല. പിന്നെ ഞാൻ അത് തിരുത്തി കൊടുക്കും. ബാസിക്കാക്ക ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനല്ല, ആണ്. തമാശ ആക്കിയിട്ട് ആദ്യമായിട്ട് കഴിച്ചു വിടും. അതൊരു നെവർ മൈൻഡ് ആക്കി കാണും. പക്ഷെ ഞാൻ പറയുന്ന കാര്യം അപ്പൊ എനിക്ക് ഭയങ്കര ഹേർട്ടാവും. അപ്പൊ പിന്നെ ഞാൻ പറയും ബാസിക്കാക്ക് ഞാൻ അപ്പൊ ഇങ്ങോട്ട് ഞാൻ പറയുന്ന ആ കാര്യം അങ്ങനല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അഞ്ചാമത്തെ കിട്ടി. എങ്ങനെയാണ് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയത്? ഇൻസ്റ്റാഗ്രാമിലൂടെ. സത്യം, ഇൻസ്റ്റാഗ്രാമാണ് അതിന് കാരണം. പിന്നെ ഞങ്ങൾ ആ വ്ളോഗില് ലവ് സ്റ്റോറിന്റെ വ്ളോഗില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനും ഇവളും കണ്ടുമുട്ടാൻ മെയിൻ കാരണം ആസിഫ് ഖാൻ. ആസിഫ് ഖാൻ ഒരു ഫോട്ടോഗ്രാഫറാണ്. ഇൻസ്റ്റാഗ്രാമില് കണ്ട അതൊക്കെ വിട്, അതൊക്കെ നിങ്ങള് നമ്മളെ ലവ് സ്റ്റോറിയില് കാണാം. അതിൽ പറയുന്നുണ്ട്. അതായത് ഞങ്ങളൊരു മൂപ്പർക്ക് ഈ കോളേജിലൊക്കെ ഉണ്ടല്ലോ നമ്മള് ബുക്ക് പിടിച്ചൊപ്പം നടക്കണം, അങ്ങനെ ഒരു സാധനം ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇന്ന ആള് ഇപ്പൊ എനിക്ക് നിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ മോഡലിംഗ് ഫീൽഡിൽ ഉള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. മാത്രം മൂപ്പര് എന്റെ ഫോട്ടോസ് ഒക്കെ എടുത്തല്ലോ. മൂപ്പര് സൗദിയിൽ നിന്ന് വരും പോവും അങ്ങനെയാണ്. അപ്പോ അങ്ങനെ അതിനു വേണ്ടിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തതാണ്. അപ്പൊ എന്നോട് അതൊന്നല്ലോ. ഞാൻ ഇൻസ്റ്റാഗ്രാം ആദ്യം അങ്ങനെ കമന്റോ അല്ലെങ്കിൽ എനിക്ക് വരുന്ന മെസ്സേജ് നോക്കാറില്ല. അപ്പൊ ഒരു മെസ്സേജ് എനിക്കിങ്ങനെ നോട്ടിഫിക്കേഷൻ വന്ന് അബ്ദുൽ ബാസിദ്. ഞാൻ നോക്കി, കാണാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. കണ്ടോ, അതാണ് സത്യം. അതല്ല കേട്ടോ, ഞാൻ മെസ്സേജ് കാണുന്ന 2 ദിവസം കഴിഞ്ഞിട്ടാണ്. എന്നെ ഫോളോ ചെയ്തിട്ടുണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പൊ ഞാന് നമ്മളെ ആളെന്താ പറയാ, നമ്മളെ വേറൊരു ഫ്രണ്ടിന്റെ റിക്വസ്റ്റ് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ആസിഫ്ക്കാണ് ആ ഫ്രണ്ട് റിക്വസ്റ്റിലുള്ളത്. പിന്നെ ഞാൻ മൂപ്പരാളെ പ്രൊഫൈലായിട്ട് നോക്കിയപ്പോ എനിക്കുണ്ട് ഹായ് എന്തായിരുന്നു മെസ്സേജ് വന്നത്, എന്നെ മനസ്സിലായോന്നോ അങ്ങനെ എന്തോ ഒരു മെസ്സേജ്. അല്ല പിന്നെ ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ചു. ബാസിക്കാക്കാണ് എനിക്ക് മെസ്സേജ് അയച്ചത് കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞ എനിക്ക് ആളെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ എനിക്കാട്ട് ഓർമ്മയില്ല. സത്യമായിട്ട് ബാസിക്കാക്കാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. ആണ്. ഞാൻ അന്നൊരു മിനി കോയി ആയിരുന്നു, വലിയ കോയി ഒന്നല്ല. പിന്നെ ഫർസു അനിയത്തിയാണോ അതോ താത്തയാണോ? അനിയത്തിയാണ്, 1 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. കറക്റ്റ് 1 ഇയർ. ഓള് കുറച്ച് തടി ഉള്ളത്, ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടാണ്. ഓള് കുറച്ച് ഹൈറ്റ് കുറവാണ്, ഞാൻ കുറച്ച് ഹൈറ്റ് കൂടുതലാണ്. നല്ല ഡിഫറൻസ് ആണ്, നേരിട്ട് കാണുമ്പോൾ നല്ല ഡിഫറൻസ് ആണ്. പക്ഷെ എല്ലാരും പറയും ഇരട്ടകളാണോ, മുഖച്ചായൊക്കെ ഏകദേശം ഒരേപോലെയാണ് വരുന്നത്. പക്ഷെ രണ്ടാളെ ഹൈറ്റിന്റെ കാര്യത്തില് രാപ്പക്കൽ വ്യത്യാസം. പിന്നെ വേണ്ടി നിൽക്കുന്നത് ഇഷ്ടല്ലേ, വീട്ടിൽ നിൽക്കുന്നത് ഇഷ്ടല്ലേ, അങ്ങനൊന്നുമില്ല. ഇവിടെ മാഷാ അല്ലാഹ് ഇവിടെ നമുക്ക് കുറെ പരിപാടികളും കാര്യം, അതായത് ഇപ്പൊ ഷൂട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് കുറെ പരിപാടികൾ. അതുമല്ല ഫർസു എന്റെ വീടിന്റെ തൊട്ടടുത്താണുള്ളത്.
കൊടുവള്ളി അവിടെ ഉമ്മനെ വീട്ടിലേക്ക് പോവാ, ഉമ്മക്ക് ഓളെ വീട്ടിലേക്ക് പോവാ. പക്ഷെ ഞാൻ അതേപോലെ ഞാൻ ഇവിടുന്ന് ഏകദേശം 60-65 കിലോമീറ്റർ ജുബിയുടെ വീട്ടിലേക്ക് ലോങ് ഉണ്ട്. അതാണ് പ്രശ്നം. അതാണ്. അല്ലാണ്ട് എനിക്ക് ഒരു പെൺകുട്ടിക്കും പെറ്റ ഉമ്മാനെ എടുത്ത് പോയി നിക്കാണ്ടെന്നും ആരും പറയില്ലല്ലോ. എനിക്ക് അതും ഇഷ്ടമല്ല. എനിക്ക് എന്റെ ഉമ്മ കഴിഞ്ഞിട്ടേ ബാക്കി ആരുള്ളൂ. എനിക്കും അങ്ങനെ തന്നെ. എന്റെ അമ്മ കഴിഞ്ഞിട്ടുള്ളൂ എനിക്ക് ഈ ലോകത്ത് ആരും. അതായത് അത്രയും ലോങ് പോണം. പിന്നെ ഇന്നത്തെ കാലത്ത് വീഡിയോ കോളും വാട്സപ്പും എല്ലാ ദിവസവും ഡെയിലി വീഡിയോ കോളും ഫോണൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ജുബിത്തായും ഫർസും കൂടെ ഉള്ള ഒരു വ്ളോഗ് കാണാൻ വെയിറ്റ് ആണ്. ഇൻഷാ അല്ലാഹ് ഞാൻ വീട്ടിൽ ആദ്യം അതന്നെ ഉണ്ടായിരുന്നുള്ളൂ. അതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ജുബി സുഖല്ലേ? ജുബിയും വാസിക്കും എത്ര ഏജ് ഡിഫറൻസ് ഉണ്ട്? ഞങ്ങൾ രണ്ടാളും 1.5-2 വർഷത്തെ ഏജ് ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. കുറെ ഏജ് ഡിഫറൻസ് ഒന്നുമില്ല. എനിക്കിപ്പോ 25 ആയിട്ടുള്ളൂ, നമുക്ക് 23 ആ റേഞ്ച്. ബാസിക്കാക്ക ഹാലല്ലാതെ വേറെ സിബ്ലിങ്സ് ഉണ്ടോ? ഇല്ല കേട്ടോ. ഫസ്റ്റ് മൈ ഫേവറേറ്റ് മൊമെന്റ് വിത്ത് യുവർ ഹസ്. എന്റെ ആയിട്ടുള്ള ഫേവറേറ്റ് മൊമെന്റ് എന്നെ അപമാനിച്ചു. ഞാൻ പറഞ്ഞു ഓൾറെഡി എന്നെ കുറിച്ച് ഇത് ഫുള്ള് എനിക്കെതിരെയുള്ള പ്ലാനിങ് ആണ്. ഈ കമന്റ് ഒക്കെ ഓളെ നോക്കിയത്, ഓളെ ഭാഗത്തേക്കുള്ളൊക്കെ ഫിൽറ്റർ ചെയ്തിട്ട് എനിക്കുള്ള പണികൾ ഇങ്ങനെ തന്നോണ്ടിരിക്കാണ്. ഞങ്ങക്ക് മഹർ കിട്ടിരുന്ന മൊമെന്റ് അല്ലേ? പറഞ്ഞു താടി പ്ലീസ്. അല്ല, അതൊന്നല്ല. പിന്നെ ഏതാ? എന്താ അയ്യേ, അതൊക്കെ എങ്ങനെ നീ പറയാ? അതല്ലടോ, എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഫസ്റ്റ് ഉള്ള മൂമെന്റ്, എനിക്ക് ഫസ്റ്റ് നമ്മളെ ഫെബ്രുവരി 14 എന്തായിരുന്നു? വാലന്റൈൻസ് ഡേ. അതെന്നെ ഒരിക്കലും മറക്കൂല കേട്ടോ. ആ ഒരു മൂമെന്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ഒന്നല്ല, ഞാൻ മഹർ കെട്ടിയതിനെക്കാട്ടും ഞാന് ഫസ്റ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു എന്റെ വാസിക്കാക്ക അത്രേ എന്നോട് കെയറിങ്ങും ഇഷ്ടവും. മെഹർ കെട്ടിയിട്ട് എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല കേട്ടോ, അത് നമ്മളെ അക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷെ സർപ്രൈസ് ആയിട്ട് എൻ്റെ അടുത്തൊക്കെ വന്ന് ഞങ്ങളൊരു അടിപൊളി ഫോട്ടോഷൂട്ട്, അടിപൊളി വീഡിയോ, പിന്നെ അങ്ങനെ പലതൊക്കെ ചെയ്തില്ല വാസികാക്ക. അങ്ങനല്ല, നമ്മൾ അടിപൊളി മൂമെന്റ്സ്. അത് ആ ഫോട്ടോ ആണ് ഇന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മളെ ഫോട്ടോ വെച്ചിട്ട് വാലന്റൈൻസ് ഡേ ഫോട്ടോ റെഡ് ഡ്രസ് ഒക്കെ ഇട്ടിട്ട് എനിക്ക് കുറെ ആൾക്കാര് ഷെയർ ചാറ്റിൽ കളിക്കുന്നുണ്ട്, മറ്റില് കളിക്കുന്നുണ്ട്. എനിക്ക് ഫോട്ടോ അയച്ചില്ല. അതാണ് എനിക്ക് ഫസ്റ്റ് ലവ് സ്റ്റോറി പറയാന്ന് മാത്രമേ ഉള്ളൂ ഇതില്. ഒന്നും ചോദിക്കാനില്ല ജുബിത്ത, നിങ്ങളെ എനിക്ക് ഇഷ്ടാണ്. വരട്ടെ ഇനിയും ഉണ്ടാവല്ലോ, കൊറേ ഉണ്ട് കേട്ടോ ചോദിക്കാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ. നമ്മളെ ഈ പേഴ്സണൽ ചോദ്യങ്ങൾ മാത്രമാണ് എല്ലാവർക്കും ചോദിക്കാനുള്ളത്. പിന്നെ ജുബിത്തായും ഫർസും രണ്ടാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ടർ ആൻഡ് ആക്ട്രസ്. എനിക്ക് അങ്ങനെ ഒന്നുമില്ല, ഞാൻ എല്ലാ ഫിലിംസും മമ്മൂട്ടി. ആക്ട്രസ് ആരുമില്ല, ആക്ട്രസ് അങ്ങനെ ആരും എനിക്ക് ഇഷ്ടമൊന്നുമില്ല. പപ്പ എന്താ കാസർഗോഡ് നിൽക്കാത്തത്? പപ്പക്ക് കാരണം നമ്മുടെ ഷോപ്പ് ഇവിടെ ആയതുകൊണ്ട് പപ്പ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെയാണ് നമ്മൾ സെറ്റിൽ ആയിട്ടുള്ളത്, ഇവിടെയാണ് നമ്മൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പൊ ഇവിടെ സെറ്റിൽ ആയി. അപ്പം ഇത്രയൊക്കെ ഉള്ളു. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറെ മെസ്സേജ് ഉണ്ട്. കാരണം ജുബിന്റെ വീട് എവിടെയാണ്, കൂടുതൽ ഹായും ഒന്നും ചോദിക്കാനില്ല. മാഷാഅല്ലാഹ്, നിങ്ങൾ ഇഷ്ടമാണ്, അതാണ് ഇതൊക്കെയാണ് നമ്മളെ ആൾക്കാർക്ക്, കുറെ ആൾക്കാർക്ക് അറിയേണ്ട, പേഴ്സണൽ ആയിട്ട് അറിയേണ്ട കാര്യങ്ങൾ. നമ്മളെ വീട്, നമ്മളെ ലവ് സ്റ്റോറി, നമ്മള് ഇടക്കിടക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഇടാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ ചോദിച്ചാൽ ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗ് ആയിട്ട് തന്നെ പറയാം. ഓക്കെ, അപ്പം ഇപ്പൊ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടേണ്ടത് കിട്ടിയില്ലോ. എന്നെ നാറ്റിച്ചപ്പോ നിങ്ങൾക്ക് സമാധാനമായല്ലോ. വാസിക്കാക്കാൻ 5 നെഗറ്റീവ് ഏത് പെണ്ണുമ്പിള്ളാണ് ഇട്ടത്? പറഞ്ഞില്ല, അവളെ പോയി തപ്പലാനല്ലേ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആൻസറിൽ ഞാൻ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയാണ്ട് ഇവൾക്കെതിരെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇടും, ഞാൻ വായിക്കും, ഞാൻ തന്നെ വ്ളോഗും ചെയ്യും. അത് എന്റെ ഫേക്ക് അക്കൗണ്ട് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. ഫേക്ക് അക്കൗണ്ട് ഉണ്ട് വാസിക്കാക്ക. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇങ്ങനെ കൊച്ചുള്ള സന്തോഷങ്ങളും നമ്മളെ കൊച്ചു സന്തോഷങ്ങൾ. അത് പടത്തിന്റെ പേരല്ലേ, ഫ്ലാറ്റ് ആയിട്ട് പോയി. അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ലൈഫ്. പിന്നെ അത് ചോദിച്ചിട്ട് നിങ്ങളെ റിയൽ ലൈഫ് തന്നെയാണോ? സത്യമായിട്ടും റിയൽ ലൈഫ് ഇങ്ങനെ തന്നെയാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മളെ അവസ്ഥ. എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക,
അല്ലെ നമ്മളമാര് ഇങ്ങനെ ചില്ല് വൈബായിട്ട് നടക്കാം. യെസ്, എല്ലാരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ട് പീരീഡ് ആണ്. ഉള്ള ലൈഫ് എല്ലാരോടും സ്നേഹിച്ച് നല്ല രീതിക്ക് പോവാം. ബാക്കിയുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടിട്ട് ഉള്ള ലൈഫും കൂടി നമ്മളെ ലൈഫും കൂടി റിസ്കിലും അല്ലെങ്കിൽ ടെൻഷനിലും ആക്കാതിരിക്കുക. അവനവന്റെ കാര്യം നോക്കിയാൽ ജീവിക്കാം, അത്ര അല്ലേ? ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വ്ളോഗ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുള്ളൂ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വ്ളോഗൊക്കെ ആയിട്ട് നല്ല നല്ല വ്ളോഗൊക്കെ ആയിട്ട് വരാം. പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചു ചലഞ്ചിങ് വീഡിയോ ചെയ്യും. ഞങ്ങൾക്ക് ഇപ്പൊ അത്രക്ക് അത് വലിയ താല്പര്യമില്ല. ഒന്നാമത് അതിന് ടൈം നമുക്ക് ഉണ്ടാവില്ല, അതിന്റെ അറേഞ്ച്മെന്റ്സ് ഒന്നും ചെയ്യാനുള്ള ടൈം നമുക്ക് ഉണ്ടാവില്ല. ഞങ്ങളെ വീട്ടിലുള്ള കുഞ്ഞു കുഞ്ഞു വ്ളോഗും അല്ലെങ്കിൽ ഡാൻമ ലൈഫ്, ഷോപ്പിത്തെ കാര്യങ്ങള്, ഫാമിലി വ്ളോഗ്സ്, നമ്മള് ട്രിപ്പ് പോണത്, മെയിൻ ആയിട്ട് ഡ്രസ്സിന്റെ വ്ളോഗ് ഒരു ദിവസം നമ്മൾ മുടക്കലില്ല. നിങ്ങൾക്ക് എല്ലാ ദിവസവും ഡ്രസ്സിന്റെ പുതിയ പുതിയ മോഡൽസിന്റെ അപ്ഡേറ്റ്സ് നമ്മൾ എല്ലാ ദിവസവും 3 മണിക്ക് ചാനലിൽ ഇടാറുണ്ട്. അത് തുടർന്നു എന്തായാലും ഉണ്ടാവും. ഫാമിലി വ്ളോഗ് നമുക്ക് പറ്റുന്ന ദിവസങ്ങളിൽ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് രാവിലെ 9 മണിക്ക് ഷൂട്ട് ചെയ്യും. അപ്പൊ ഇൻഷാല്ലാഹ് ഞങ്ങൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്. കമന്റ് ബൈ. ഒന്നെങ്കിലും തന്നല്ല, താങ്ക് യു.